സോ ഇത് കേരള PSC അല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് കേരള ഹൈക്കോടതിയുടെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, HCK recruitment.kerala.courts.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവിടെ പറയുന്നത് യോഗ്യത ഷുഡ് ബി ഹാവ് പാസ്ഡ് SSLC ഓർ ഇക്വലന്റ്, SSLC തത്തുല്യമോ കിട്ടിയവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി വിദ്യാർത്ഥികൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല. ഇവിടെ പറയുന്നത് യോഗ്യത എക്സാമിനേഷൻ സെന്റർ തിരഞ്ഞെടുക്കാം. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ഈ 4 എക്സാമിനേഷൻ സെന്റർ. ഇതിൽ 4 ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റ് ആകാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസ്സ് എന്താണ്, ഇതുവഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ കേരള ഹൈക്കോടതിയിലാണ് ഇങ്ങനെ ഒരു നിലവിലൊരു ചാൻസ് വന്നിരിക്കുന്നത്. സോ ഇത് കേരള PSC അല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് കേരള ഹൈക്കോടതിയുടെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, HCK recruitment.kerala.courts.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ 1 ടൈം രജിസ്ട്രേഷൻ ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിടുന്നത് കേരള ഹൈക്കോടതിയാണ്. അതുപോലെ പരീക്ഷ നടത്തുന്നത്, പരീക്ഷ ചുമതലയുള്ളത് LBS സെന്ററിനാണ്. നമ്മുടെ സെറ്റ് പരീക്ഷ ഒക്കെ നടത്തുന്ന ടീമുണ്ടല്ലോ, അപ്പൊ അവരാണ് ഇതിന്റെ പരീക്ഷ നടത്തുക. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ ഓൺലൈൻ ത്രൂ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ റിക്രൂട്ട്മെന്റ് നമ്പർ 2024 9/2024 റിക്രൂട്ട്മെന്റ് നമ്പർ. തസ്തികയുടെ പേര് ഓഫീസ് അറ്റൻഡന്റ് എന്നാണ്. ശമ്പള സ്കെയിൽ വരുന്നത് 23,000 to 50,200 ആണ് നമ്മുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. എന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയിൽ നിന്ന് പിരിയുന്നിടം വരെ നിങ്ങൾ ഒരിടത്ത് തന്നെ ആയിരിക്കും. നിങ്ങൾ കേരള ഹൈക്കോടതി തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ജോലി സ്ഥലം എപ്പോഴും എന്താണ്, ഫിക്സഡ് ആണ്. നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ സ്ഥലം മാറ്റമൊന്നും പേടിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ ജോലി ചെയ്യാം. കേരള ഹൈക്കോടതി, അതായത് എറണാകുളത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞത്. അതിന് മാത്രമല്ല മറ്റു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തട്ടുമോ ഇങ്ങോട്ട് തട്ടുമോ ഒരു പേടി ഇവിടെ വേണ്ട ആവശ്യമില്ല. അപ്പൊ ഓഫീസ് അറ്റൻഡന്റ് ഹൈക്കോടതിയിൽ നല്ലൊരു ജോബാണ്, ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വേക്കൻസീസ് എത്രയാണ്? വേക്കൻസി എന്ന് പറയുന്നത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 34 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ്. നിലവിൽ 34 ഒഴിവുകൾ നിലവിലുണ്ട്. ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. PSC പോലെ 3 വർഷമല്ല. കൂടിയ കാലാവധി 2 വർഷവും കുറഞ്ഞ കാലാവധി 1 വർഷമാണ്. അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ്, പുതിയ റാങ്ക് ലിസ്റ്റ്, 2 വർഷം കഴിഞ്ഞ് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് വരെ ഇതിന് കാലാവധി ഉണ്ടാവും. കൂടിയത് 2 വർഷം, കുറഞ്ഞത് 1 വർഷം. അതുപോലെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് എന്ന് വരുന്നു അതുവരെയാണ് പിന്നെയുള്ള കാലം. 2ൽ കൂടുതൽ വരുന്നത് റാങ്ക് ലിസ്റ്റ് എന്ന് വരുന്ന അവരം വരെ ഇതിന്റെ കാലാവധി ഉണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യും, അപ്പോൾ ഒഴിവ് വന്നാൽ അതിൽ നിന്ന് ആൾക്കാരെ എടുക്കും. ഇതാണ് നിലവിലത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരീക്ഷ വരും. അപ്പൊ നന്നായിട്ട് ഇപ്പോൾ LDC ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു മികച്ച അവസരമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് ഏജ് ലിമിറ്റിലേക്ക് പോവാം. അപ്പൊ എത്ര വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം? അത് PSC പോലെ തന്നെ 18-36 വയസ്സ് തന്നെയാണ്. 18-36 വയസ്സിനിടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് തന്നെയാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1998 ജനുവരി 2 എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് പറഞ്ഞാൽ 18-36 വയസ്സാണ്. ഇനി അത് തന്നെ ഇത് ജനറൽ കാറ്റഗറിയുടേതാണ്. അതിൽ OBC-ക്കാർക്കും SC/ST കാൻഡിഡേറ്റ്സിനും നമ്മുടെ PSC പോലെ തന്നെ വയസ്സിളവുണ്ട്. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷത്തെ വയസ്സിളവ്, 41 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 83 ജനിച്ചവർക്ക്, 83 ജനുവരി ജനിച്ചവർക്ക് തൊട്ട് ഇങ്ങോട്ടേക്ക് അവസരമുണ്ട്. ഇനി നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സിളവ് ഉണ്ട്. അതായത് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് 1985 ജനുവരി ഇങ്ങോട്ട് തൊട്ട് ജനിച്ച് വന്നവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇനി അവിടെ തന്നെ നമ്മൾ PSC പോലെ എക്സ് സർവീസ്മാന്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലൈൻഡ്നെസ് ആൾക്കാർ, അതേപോലെ വിഡോ, അവർക്കൊക്കെ വയസ്സിളവുണ്ട് കേട്ടോ. അവർക്കൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൂടാതെ വയസ്സിളവ് വരുന്നുണ്ട്. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു എക്സ് സർവീസ്മാന് നമ്മളെ പറയുന്ന രീതിയിലുള്ള ഒരു വയസ്സിളവ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും 50 വയസ്സ് കഴിയാൻ പാടില്ല എന്ന് പ്രത്യേകം പറയാം. എല്ലാത്തിലും 50 വയസ്സ് കഴിയാൻ പാടില്ല. വിഡോസിനാണെങ്കിലും 5 വർഷത്തെ ഇത് വരുന്നുണ്ട് കേട്ടോ. വിഡോസിന് 5 വർഷത്തെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസ് ഒക്കെ ആണെങ്കിൽ അവിടെ 15 വർഷം വരെ വയസ്സിളവ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും എന്ത് കഴിയാൻ പാടില്ല, ഈ പറഞ്ഞ കൂട്ടരൊക്കെയാണ് തന്നെ 50 വയസ്സ് കഴിയാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷനിലാണ് ഡിഗ്രിക്കാർക്ക് വലിയൊരു തലവേദന വന്നത്. അതായത് ഡിഗ്രി വിദ്യാർത്ഥികൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല. ഇവിടെ പറയുന്നത് യോഗ്യത ഷുഡ് ബി ഹാവ് പാസ്ഡ് SSLC ഓർ ഇക്വലന്റ്, SSLC തത്തുല്യമോ കിട്ടിയവർക്ക് അപ്ലൈ ചെയ്യാം.
എന്നാൽ ഡിഗ്രി കിട്ടാനും പാടില്ല. ഡിഗ്രി യോഗ്യത ഉള്ളവർ ഇതിനകത്ത് അപേക്ഷിക്കാൻ അർഹരല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ +2 ഒക്കെ എടുത്ത് ഡിഗ്രി തോറ്റുപോയവർ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവർക്കൊക്കെ മികച്ചൊരു അവസരമായി കണ്ടുകൊണ്ട് തയ്യാറെടുക്കുക. അപ്പൊ ഡിഗ്രിയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് അപ്ലൈ, അതായത് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് അതിനുള്ളിൽ നിങ്ങൾ ഡിഗ്രി പാസ്സാവാൻ പാടില്ല എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പം റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും ഇതിന് മുമ്പ് റിസൾട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു അവസരമാണ് മികച്ചത്. ഇനി ഇതിന്റെ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്, എങ്ങനെയാണ് പരീക്ഷയൊക്കെ വരുന്നത് ചോദിക്കുക അല്ലെ. ഇനി അതിലേക്ക് കടക്കുകയാണ്. അതായത് ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യും, ഒരു റിട്ടേൺ ടെസ്റ്റ്, ഒരു പരീക്ഷ ഉണ്ടാവും. നമ്മുടെ PSC പരീക്ഷ പോലെ തന്നെ 100 ചോദ്യമാണ്, 100 ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ 75 മാർക്കാണ്, 75 മിനിറ്റ് ആണ് നമ്മുടെ 1.25 മണിക്കൂർ പരീക്ഷ ഉണ്ടല്ലോ, PSC പരീക്ഷ. അതേപോലെ തന്നെ 4 ഓപ്ഷൻസ് കറുപ്പിക്കാനായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ 100 മാർക്കിന്റെ പരീക്ഷയാണ് 1ാം ഘട്ടം. അത് പാസ്സായി കഴിഞ്ഞാൽ അത് അടുത്തത് എന്താണ്, നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കും. 10 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ട്. സോ ഈ ഇന്റർവ്യൂ രണ്ടോടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന പരീക്ഷയാണ്. ഈ പരീക്ഷ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, 4 ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കിൽ ഒന്ന് നമ്മുടെ ജനറൽ നോളജും കറണ്ട് അഫേഴ്സും ആണ്. ഇതിന് മൊത്തം 50 മാർക്കുണ്ട്. ജനറൽ നോളജ് കറണ്ട് അഫേഴ്സ് 50 മാർക്കുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 20 മാർക്കുണ്ട്. മെന്റൽ എബിലിറ്റി 15 മാർക്കുണ്ട്. കണക്കിന് മൊത്തത്തിൽ അപ്പോൾ എത്ര വരുന്നുണ്ട്, 35 മാർക്ക് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇംഗ്ലീഷിന് 15 മാർക്ക്. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിലബസിൽ ഇംഗ്ലീഷിനും പ്രാധാന്യം, മാത്സിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്, GK ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇതിനെ ഒരേപോലെ കൈകാര്യം ചെയ്യുന്നവൻ ആരാണോ അവൻ ഈ റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നെഗറ്റീവ് മാർക്ക്, ഒരു ചോദ്യം ശരിയായി കഴിഞ്ഞാൽ 1 മാർക്ക് ഉണ്ടാവും. തെറ്റിച്ച് കഴിഞ്ഞാൽ 4 തെറ്റിച്ചാൽ 1 മാർക്ക് പോകും. അപ്പൊ 4 തെറ്റിച്ചാൽ 1 മാർക്ക് പോകും. അങ്ങനെയാണ് പോകുന്നത്. പിന്നീട് ഇന്റർവ്യൂ ആണ് അടുത്തത്. ഇന്റർവ്യൂ 10 മാർക്കിന്റെതാണ് ഇന്റർവ്യൂ വരുന്നത്. ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ 35%, 35% എന്ത് ചെയ്യണം, അതിൽ മാർക്ക് സ്കോർ ചെയ്യണം. എന്നാലേ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇന്റർവ്യൂവിൽ എല്ലാവർക്കും അത്യാവശ്യം മാർക്ക് കിട്ടാറുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ വേറൊന്നുമില്ല. അപ്പൊ ഇതാണ് നിലവിൽ ഇതിന്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാണെങ്കിൽ ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. നമ്മുടെ PSC പോലെ ഫ്രീ അല്ല, ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഇത് ST/ST കാൻഡിഡേറ്റ്സിന് ഈ ഒരു ഫീയുടെ ആവശ്യമില്ല. അതുപോലെ ജോലി ഇല്ലാത്ത നമ്മുടെ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കും എന്തില്ല, ഈ പറയുന്ന പേയ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 500 രൂപ ഫീസ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ആ കാര്യം ഓർക്കുക. ഇനി എക്സാമിനേഷൻ സെന്റർ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ തിരഞ്ഞെടുക്കാം. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, ഈ 4 എണ്ണമാണ് എക്സാമിനേഷൻ സെന്റർ. ഇതിൽ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് എക്സാമിനേഷൻ സെന്റർ കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെച്ച് കൊടുക്കാം. ആദ്യം തിരുവനന്തപുരം വെച്ച് കൊടുക്കാം. ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ഏതാണ് ഓപ്ഷൻ അത് വെച്ച് കൊടുക്കാം. അപ്പൊ ഈ 4 സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ പരീക്ഷാ സെന്റർ ആയിട്ട് വരിക. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനിൽ കൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു HCK recruitment.kerala.courts.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഡേറ്റുകൾ ഓർത്തിരിക്കുക. നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സമയം തുടങ്ങുന്നത് ഈ 5-ാം തീയതിയാണ്. അതായത് ജൂൺ 5-ന് സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 5 തൊട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡേറ്റ് കഴിയുന്നത് ജൂലൈ 2-ാം തീയതിയാണ്. അപ്പൊ അതിത്തോടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം കേട്ടോ. ഇനി ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അത് ആപ്ലിക്കേഷൻ അയക്കാം. പക്ഷെ അത് അയക്കേണ്ടത് എന്താണ്, അത് ഇന്നുമല്ല തുടങ്ങുന്നത്, ജൂലൈ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ജൂലൈയിൽ 11-ാം തീയതി അത് ക്ലോസ് ചെയ്യും. അപ്പൊ ഈ 2 ഡേറ്റ് നമ്മൾ അത്യാവശ്യം എല്ലാവരും ഓൺലൈൻ ആയിട്ടാണല്ലോ. അപ്പൊ ഈ ഡേറ്റ് മാത്രം ഓർത്തിരിക്കുക. നമ്മൾ ഈ ജൂൺ 5-ാം തീയതി തൊട്ടിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, ജൂലൈ 2-ന് അവസാനിക്കും. അപ്പൊ ഇത് വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവസാന നിമിഷത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവസാന നിമിഷം നമുക്ക് ചിലപ്പോൾ സൈറ്റൊക്കെ ഹാങ് ആവാം, അങ്ങനെ പ്രോബ്ലം ആവാം, അങ്ങനെ സീനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരാം. അപ്പൊ നിലവിൽ LDC അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസിയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള വീഡിയോസ് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോസ് പുറമേ വരുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മൾ ഇതിന്റെ ഗോൾഡ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഗോൾഡ് ബാച്ച്, മെന്റർഷിപ്പുള്ള ബാച്ച് നമ്മൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അപ്പോൾ മറക്കല്ലേ, ഇത് ഒന്നെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.